അടുത്ത് പഠിക്കാൻ പോകുന്നത് സൊല്യൂഷൻ എന്ന ചാപ്റ്റർ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോൺസെൻട്രേഷൻ ടേംസ് ഒക്കെ പഠിച്ചതാണ്. ഇവിടെ നമുക്ക് എക്സ്ട്രാ പഠിക്കാനുള്ളത് ഇവ രണ്ടാണ്, ഫോർമാലിറ്റിയും സ്ട്രെങ്ത് ഓഫ് ദ സൊല്യൂഷൻ. അപ്പോൾ ഫോർമാലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഫോർമാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദി മൊളാരിറ്റി. ബട്ട് മൊളാരിറ്റി ആണെങ്കിൽ പോലും എന്താ, അത് അയോൺസ് വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ് മൊളാരിറ്റി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു NaCl എങ്ങനെ ശരിക്കും ഉണ്ടാവും, വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ Na+ ആയിട്ടും Cl- ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യാൻ, റൈറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ NaCl വെള്ളത്തിലിട്ട്, അപ്പോൾ നമ്മൾ പറയും ഓക്കെ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ മോൾസ് ഓഫ് ദി NaCl ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. സിമ്പിളായിട്ട് നടത്താൻ പറ്റും. NaCl ആക്ച്വലി നമ്മൾ വെള്ളത്തിലിടുന്ന സമയത്ത് എന്താ Na+ Cl- ആയിട്ട് പോകും. അപ്പം NaCl ഒരു മോൾ ഉണ്ടെങ്കിൽ Na+ ഒരു മോൾ ഉണ്ടാവും, അതേപോലെ Cl- ഒരു മോൾ ഉണ്ടാവും, രണ്ടും ഒരു മോൾ വീതം ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ 2 മോൾസ് എന്നല്ല വരാൻ, 2 ഡിവൈഡ് ബൈ 1 എന്നാൽ 2 മോളാർ എന്ന രീതിയിൽ വരാം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കൺസെപ്ച്വലി കറക്റ്റ് ആണെങ്കിൽ പോലും ഇതല്ല നമ്മുടെ ഉത്തരം. അപ്പോൾ നമ്മളോട് ഇപ്പോൾ അഥവാ ഫോർമാലിറ്റി കണ്ടെത്താൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ രണ്ട് ബ്രേക്ക് ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അൺഡിസോൾവ് ആവുന്നത്, ദാറ്റ് മീൻസ് മോൾസ് ഓഫ് അയോണിക് കോമ്പൗണ്ട് അൺഡിസോൾവ്, ദാറ്റ് മീൻസ് ഡിസോൾവ് ആവുന്ന സമയത്ത് Na+ Cl- എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യാണ്ട് നോർമലായിട്ട് ഇത്രയും കാലം മൊളാരിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഫോർമാലിറ്റി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഫോർമാലിറ്റി വെറുതെ ഞാൻ പറയുന്ന ഒരു കേസാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 5.8 grams of NaCl is dissolved in 2 liters. Find the formality. 5.85 given mass divided by molecular mass. Molecular mass എത്ര NaCl ഉള്ളത് 23 35 എത്രയാണ് 58.5 ആയിരിക്കും, ഡിവൈഡഡ് ബൈ വോളിയം എത്ര 2 ലിറ്റർ. കഴിഞ്ഞു, ഇത്രയും. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാര്യം നമുക്കൊരു കാര്യം അറിയാം, ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡെൻസിറ്റി എന്നോട് പറയുകയാണ് ഡെൻസിറ്റി ഓഫ് NaCl സൊല്യൂഷൻ 1.2 grams ഉണ്ടെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഞാൻ 1 ml സൊല്യൂഷൻ എടുത്ത്, ഏത് NaCl സൊല്യൂഷൻ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1.2 grams എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് NaCl എത്ര ഉണ്ട്, വെള്ളം എത്ര ഉണ്ട് എന്നുള്ളൊരു ഇൻഫോർമേഷൻ കിട്ടില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു കോൺസെൻട്രേഷൻ ടേം അല്ല. ഓക്കെ, കോൺസെൻട്രേഷൻ ടേം അല്ല. പക്ഷേ നമ്മളോട് പറയാം സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേം ഉണ്ട്. അപ്പോൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ ടേമിൽ ആണെങ്കിൽ സ്ട്രെങ്ത് എന്ന ടേം എന്നോട് പറയുകയാണ് സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു 1.2 gram NaCl. അപ്പോൾ എന്താ പറയാൻ, അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻ 1 milliliter എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും 1 ml 1.2 grams ഓഫ് NaCl ഉണ്ട് എന്നാണ്. അപ്പോൾ ഇതാണ് ആക്ച്വൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന ടേമിൻ്റെ അർത്ഥം. ഓക്കെ, പക്ഷേ ഡെൻസിറ്റി എന്ന ടേമിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഞാൻ 1 ml എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് 1.2 grams ആയിരിക്കും. പക്ഷേ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ ടേമിൻ്റെ അർത്ഥം ഞാൻ 1 ml ഈ പറ സൊല്യൂഷൻ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എനിക്ക് 1.2 grams NaCl കാണാൻ പറ്റുന്ന. സോ സ്ട്രെങ്ത് ഓഫ് ദി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി മാസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ എന്താണ് വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. ഓക്കെ, അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഒരു ഇത് വളരെ സെയിം പരിപാടി. ഇനി ക്വസ്റ്റ്യൻ, ഇഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ഈസ് 0.7 ഫൈൻഡ് ദി മൊളാരിറ്റി ഓഫ് ദി ബ്ലഡ് ഇൻ സൊല്യൂഷൻ. ശരി, ഇതെങ്ങനെ വായിക്കാൻ? ഇത് സ്ട്രെങ്ത് ആണ്, പക്ഷേ അവർ എടുത്ത് പറയുന്നില്ല ഇത് സ്ട്രെങ്ത് എന്ന് പറഞ്ഞ ടേമാണ്, കോൺസെൻട്രേഷൻ ടേമാണ്. നമുക്ക് പറയാൻ പറ്റും 0.72 grams ഓഫ് ഗ്ലൂക്കോസ് ഇൻ 1 liter ഓഫ് സൊല്യൂഷൻ. ഇപ്പോൾ മൊളാരിറ്റി കണ്ടെത്താനാണ് പറയുന്നത്. മൊളാരിറ്റിക്ക് നമുക്ക് എന്താ ഗിവൺ മാസ് കിട്ടി, കാരണം നമ്മളായിട്ട് തന്നെ ഡിഫൈൻ ചെയ്യാൻ പോകാണ്. നമുക്കറിയാം, നമുക്ക് സ്വന്തമായിട്ട് ഡിഫൈൻ ചെയ്യാനുള്ള രീതി അറിയില്ല. ഒരു കോൺസെൻട്രേഷൻ ടേം വന്നാൽ അത് നമുക്ക് ഡിഫൈൻ ചെയ്തിട്ട് കുറേ ഇൻഫോർമേഷൻസ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. സോ ഇത് നമുക്ക് ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് 80 ആണെന്ന് ആർക്കാരും അറിയാം, ഡിവൈഡഡ് ബൈ വോളിയം ഈസ് ഇവിടെ 1 liter കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ഇത് നോർമലി സോൾവ് ചെയ്താൽ ഉത്തരം നമുക്ക് 0.004 മോളാർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത നമ്മൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ശരിക്കും പോകാൻ പോകണം. വാട്ട് ഈസ് വേപ്പർ പ്രഷർ? അപ്പോൾ നമ്മളൊരു ലിക്വിഡ് അങ്ങനെ എടുത്ത് ഒരു ബക്കറ്റിനുള്ളിൽ കുറച്ച് ലിക്വിഡ്സ് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ലിക്വിഡിൽ കുറേ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇപ്പോൾ ലിക്വിഡിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസിൽ സ്വാഭാവികമായിട്ടും കുറച്ച് ഫോഴ്സസ് എക്സേർട്ട് ചെയ്യാന്നുള്ള കാര്യം അറിയാം, കാരണം വെള്ളം എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. പക്ഷേ ഉള്ളിലുള്ള പാർട്ടിക്കിൾസിന് എല്ലാ ഭാഗത്തും സെയിം ഫോഴ്സ് ആയിരിക്കും, കാരണം എല്ലാം ഈക്വലായിട്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട് എല്ലാ ഭാഗത്തും ഒരേ ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് ലിക്വിഡിൻ്റെ വെള്ളമല്ല, ഇത് ലിക്വിഡാണ്. അപ്പോൾ എല്ലാ പാർട്ടിക്കിൾസും മര്യാദയ്ക്ക് നിൽക്കും. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ സർഫസിൽ നിൽക്കുന്ന പാർട്ടിക്കിൾസിന് ഫോഴ്സസ് ഈക്വൽ ആയിരിക്കില്ല. മേ ബി ഇവിടെ കുറച്ച് ഫോഴ്സ് എക്സ്റ്റേണൽ ആയിരിക്കും. ഇപ്പോൾ ബാക്കിൽ നിന്ന് ഇവിടെ കൊടുക്കാൻ ആരുമില്ലല്ലോ ഫോഴ്സ്. ഇപ്പോൾ അടിയിൽ നിന്ന് കുറച്ച് ഫോഴ്സ് എക്സ്ട്രാ ആയതുകൊണ്ട് ഈ പറഞ്ഞ സർഫസിലുള്ള ലിക്വിഡ് പാർട്ടിക്കിൾസ് മെല്ലെ ഇവാപ്പറേറ്റ് ചെയ്ത് വേപ്പർ ഫോമിലേക്ക് മുകളിലോട്ടേക്ക് വരും. അങ്ങനെ വേപ്പർ ഫോമിൽ നിന്ന് മുകളിലോട്ടേക്ക് വന്നിട്ട് അവിടെയും ഇവിടെയും ഫുൾ ഓരോ കണ്ടെയ്നറിന് ഓരോ ഭാഗത്ത് പോയിട്ട് കൊളൈഡ് ചെയ്ത് അവിടെ ഒരു വേപ്പർ ഫോം ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. അപ്പോൾ തുടക്കത്തെ സമയത്ത് ഇനീഷ്യലി ദ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഇൻക്രീസസ്. ഓക്കെ, ഇവാപ്പറേഷൻ ഇൻക്രീസസ്. അപ്പം ഇനീഷ്യലി എന്തെന്നാ റേറ്റ് ഓഫ് കണ്ടൻസേഷൻ ദാറ്റ് ഈസ് 0. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ഇവാപ്പറേറ്റ് ചെയ്ത വാട്ടർ മോളിക്യൂൾസ് ആയാലും എന്ത് ലിക്വിഡ് പാർട്ടിക്കിൾസ് ആയാലും അത് തിരിച്ച് വെള്ളത്തിൻ്റെ സ്റ്റേറ്റിലേക്ക് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. പക്ഷേ അത് 0 ആയിരിക്കും ഇനീഷ്യലി.
അപ്പോൾ മെല്ലെ ഈ പരിപാടി തുടങ്ങി നമുക്ക് പറയാൻ പറ്റും റേറ്റ് ഓഫ് കണ്ടൻസേഷൻ ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ആ പറഞ്ഞ സിറ്റുവേഷൻ എന്താ സംഭവിക്കുക, ലിക്വിഡിൻ്റെയും വേപ്പറും തമ്മിൽ ആ പറഞ്ഞ ലിക്വിഡിൽ നിന്ന് വേപ്പറിലേക്ക് മാറുകയും വേപ്പറിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറുകയും ആ പറഞ്ഞ റേറ്റ് ഉണ്ടല്ലോ അത് ഈക്വൽ ആവും. ദാറ്റ് മീൻസ് ലിക്വിഡും വേപ്പറും എന്തിലേക്ക് മാറിയിട്ടുണ്ട്, ഇക്വലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്തിട്ടെന്ന് പറയാൻ പറ്റും. സോ ലിക്വിഡും വേപ്പറും ഇക്വലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഗ്യാസ് പാർട്ടിക്കിൾസ് ഒക്കെ ഇപ്പം കറക്റ്റായിട്ട് സാച്ചുറേറ്റ് ആയിട്ടുണ്ട്, എല്ലാം മര്യാദയ്ക്ക് നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സമയത്ത് ഉണ്ടാവുന്ന പ്രഷർ, ഈ പറഞ്ഞ വേപ്പേഴ്സ് എവിടെ കണ്ടെയ്നറിലും അതേപോലെ വെള്ളത്തിലൊക്കെ കൊടുക്കുന്ന ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ വിളിക്കുക വേപ്പർ പ്രഷർ എന്നുള്ള കാര്യം. ഇനി ഈ വേപ്പർ പ്രഷർ കോൺസ്റ്റൻ്റ് ആണോ അല്ലെങ്കിൽ കാര്യം നോക്കാം. നമുക്കൊരു കാര്യം പി വി ഇസ് ഇക്വൽ ടു nRT ആണ് അക്കോർഡിംഗ് ടു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇവിടെ പ്രഷർ ഉണ്ട്, വി ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രഷർ ഇങ്ങനെ എഴുതും, പ്രഷറിൻ്റെ ടേംസിൽ ഈ പറഞ്ഞ ഇക്വേഷൻ എഴുതും. ഓക്കെ, നമുക്കൊരു കാര്യം നമ്പർ ഓഫ് മോൾസ്, ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഈക്വലാണ്. കാരണം എന്താ, ലിക്വിഡും വേപ്പറും തമ്മിൽ നമ്പർ ഓഫ് മോൾസ് ആണ് വേപ്പർ ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് വേപ്പർ അത് ഈക്വലാണ്. കാരണം ലിക്വിഡും വേപ്പറിൻ്റെയും ഈക്വലിബ്രിയം അറ്റൈൻ ചെയ്തിട്ടുണ്ട്. ഇനി വേപ്പർ ലിക്വിഡിലേക്ക് മാറുന്നില്ല, ലിക്വിഡ് വേപ്പറിലേക്ക് മാറുന്നില്ല എന്നൊരു അർത്ഥം. രണ്ടും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ റേറ്റ് ഈക്വൽ ആയതുകൊണ്ട് അവിടെ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആണ്. R ഓൾവേസ് കോൺസ്റ്റൻറ്റ്, ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ്, വോളിയം ഇപ്പോൾ വോളിയം ഒന്നും ഞാൻ ചെയ്യുന്നില്ല, സോ വോളിയം ഈസ് ഓൾസോ കോൺസ്റ്റൻറ്റ്. ദാറ്റ് മീൻസ് പ്രഷർ ഈസ് ഓൾസോ എ കോൺസ്റ്റൻറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ശരി അങ്ങനെയാകുമ്പോൾ ഞാൻ വോളിയത്തിൽ വ്യത്യാസം വരുത്തിയാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും നോക്കാം. അപ്പോൾ നമ്മളൊരു പിസ്റ്റൺ എടുത്ത്, ഓക്കെ, ഇപ്പോൾ നമ്മൾ ലിക്വിഡും വേപ്പറും നോർമലായിട്ട് സാച്ചുറേറ്റ് ചെയ്തിട്ടുണ്ട്, ലിക്വിഡും വേപ്പറും തമ്മിൽ ഇക്വലിബ്രിയം അറ്റൈൻ ചെയ്തിട്ടുണ്ട്. ഈ പിസ്റ്റൺ ഞാൻ എന്ത് ചെയ്യും, മെല്ലെ മുകളിലോട്ടേക്ക് പൊന്തിക്കും. അപ്പോൾ മെല്ലെ പിസ്റ്റൺ മുകളിലോട്ടേക്ക് പൊന്തിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വോളിയം കൂടും. അങ്ങനെ വോളിയം കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ഓക്കെ ശരി പ്രഷർ കുറഞ്ഞിട്ടുണ്ടാവില്ലേന്ന്, അക്കോർഡിംഗ് ടു പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അല്ലേ, പ്രഷർ കുറഞ്ഞിട്ടുണ്ടാവില്ലേന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓക്കെ അത് കറക്റ്റാണ്, പ്രഷർ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് വേപ്പർ പ്രഷർ കുറയുമോ, വേപ്പർ പ്രഷർ കോൺസ്റ്റൻ്റ് ആവും അല്ലയോ ഡൗട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ സംഭവം ഇവിടെ നിന്ന് സംഭവിക്കുക വെച്ചാൽ പി ഇസ് ഈക്വൽ ടു nRT/V. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുക, വോളിയം കുറഞ്ഞിട്ടുണ്ട്, ഫൈൻ. ഇപ്പോൾ ഈ പറഞ്ഞ പ്രഷർ ഞാൻ തൽക്കാലം വേപ്പർ പ്രഷറാണെന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ വോളിയം കുറഞ്ഞിട്ടുണ്ട്, സോറി വോളിയം കൂടുകയാണ് ചെയ്തല്ലേ, സോറി വോളിയം കൂടിയിട്ടുണ്ട്. അങ്ങനെ വോളിയം കൂടിക്കഴിഞ്ഞാൽ ഓരോ ഗ്യാസസും എന്ത് ചെയ്യും, മെല്ലെ കൂടുതൽ വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങും. കാരണം വോളിയം കൂടിയാൽ അപ്പോൾ ഗ്യാസസ് വേപ്പറൈസ് ചെയ്ത് കഴിഞ്ഞാൽ മെല്ലെ ഈ പറഞ്ഞ എൻ എന്താവും അതും കൂടാൻ തുടങ്ങും. അപ്പോൾ എന്നും കൂടി വോളിയം കൂടി, അപ്പോൾ വലിയ ഈ ഒരു ഇക്വേഷൻ ആ ഒരു രീതിയിൽ വലിയ വ്യത്യാസം വരുമോ, പ്രഷർ എന്തെങ്കിലും വ്യത്യാസം വരുമോ, ഇല്ല. അപ്പം എന്ത് സംഭവിക്കുക, നമ്മളിപ്പോൾ വോളിയം കൂട്ടിക്കഴിഞ്ഞാൽ വേപ്പർ ഈ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള സാധനങ്ങൾ കൂടുതൽ വേപ്പർ ആകാൻ തുടങ്ങും, കൂടുതൽ പാർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും വേപ്പർ സ്റ്റേറ്റിൽ. അപ്പോൾ കൂടുതൽ വേപ്പറായി ലാസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ച് സാച്ചുറേറ്റ് ആവും. എല്ലാം കൂടി സാച്ചുറേറ്റ് ആയി അവിടെ ഉണ്ടാകുന്ന വേപ്പർ പ്രഷർ നേരത്തെ ഉണ്ടായ വേപ്പർ പ്രഷറിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് വേപ്പർ പ്രഷർ ഈസ് ആക്ച്വലി കോൺസ്റ്റൻറ്റ് ഈവൻ തോ വി ഹാവ് ചേഞ്ച് ദി വോളിയം. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കാം. ഓക്കെ, വേപ്പർ പ്രഷർ നമുക്കൊരു കാര്യം, വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ലിക്വിഡും അതേപോലെ വേപ്പറും ഇക്വലിബ്രിയത്തിൽ ഉണ്ടാകുമ്പോഴാണ് അല്ലേ. നമുക്കറിയാം ഇക്വലിബ്രിയം എന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. എന്താണ് ഇതിൻ്റെ KP അഥവാ ഇക്വലിബ്രിയം കോൺസ്റ്റൻറ്റ് എങ്ങനെയാണ്, വേപ്പർ പ്രഷർ ഓഫ് വേപ്പർ ദാറ്റ് ഈസ് വേപ്പർ പ്രഷർ, സോ അതിനെ BB എന്ന് വിളിക്കാം, ഡിവൈഡ് ബൈ ഇതിൻ്റെ പ്രഷർ. നമ്മൾ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള സംഭവത്തിന് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യില്ല. സോ KP ഇസ് ഈക്വൽ ടു ഐ കുഡ് സേ വേപ്പർ പ്രഷർ എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ KP എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷറാണ്. അപ്പോൾ KP വേപ്പർ പ്രഷർ നമുക്കറിയാം ഏത് ഇക്വലിബ്രിയം കോൺസ്റ്റൻ്റ് ആയാലും അത് ടെമ്പറേച്ചറിൽ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അങ്ങനെ ഇക്വലിബ്രിയം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവർ വേപ്പർ പ്രഷർ ഈസ് ഓൺലി ഡിപ്പെൻഡിങ് ഓൺ ടെമ്പറേച്ചർ എന്ന് പറയാൻ പറ്റും അല്ലേ. അല്ലാണ്ട് വല്ല വോളിയത്തിലൊന്നും ഡിപ്പെൻഡ് ചെയ്യില്ല എന്നുള്ള കാര്യം പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ കുറേ കണ്ടെയ്നേഴ്സ് വന്നിട്ടുണ്ട്, പല മാതിരി കണ്ടെയ്നേഴ്സ്. അപ്പോൾ നമുക്കൊരു കാര്യം പറയണം, 1, 2, 3 ഇതിൻ്റെ മൂന്നിന് വേപ്പർ പ്രഷറിനെ പറ്റി ചിന്തിച്ച് നോക്കാം. ഓക്കെ, ഇവിടെ വോളിയം ഡിഫറൻസ് ആണെങ്കിലും നമ്മൾ പറഞ്ഞു വേപ്പർ പ്രഷർ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ വോളിയം കുറഞ്ഞു വിചാരിച്ചു. ഇവിടെ ഇപ്പം വോളിയം കുറവാണ്, വോളിയം കുറഞ്ഞാൽ എന്താ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്പർ ഓഫ് മോൾസും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ദി വേപ്പറും കുറയും. അപ്പോൾ അതിനനുസരിച്ച് ആ വേപ്പർ പ്രഷർ നോർമലൈസ് ആവും, കറക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ മാത്രമല്ല വേപ്പർ പ്രഷർ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ടെമ്പറേച്ചർ, ഇതെല്ലാത്തിനും ഒരേ ടെമ്പറേച്ചറാണെന്ന് ഞാൻ ഇപ്പം തന്നെ അസ്യൂം ചെയ്യാണ്. ഫൈൻ, അപ്പോൾ ഇയാൾക്കും സെയിം ടെമ്പറേച്ചറാണ്. ഓക്കെ ഫൈൻ, സെയിം വേപ്പർ പ്രഷറാണ്. ഇയാൾക്ക് വേപ്പർ പ്രഷർ 0, കാരണം എന്താ ഇവിടെ നമ്മൾ ഒരു മൂടി അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ ലിക്വിഡ് പാർട്ടിക്കിൾസിന് വേപ്പറായിട്ട് മാറാനുള്ള ഒരു അവസരമില്ല. അപ്പോൾ വേപ്പർ വന്നിട്ടില്ല, പിന്നെ വേപ്പർ പ്രഷർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ആണെങ്കിലോ ഇവിടെ ചെറിയൊരു ഓട്ട തന്നിട്ടുണ്ട്, ഓട്ട തന്നുകൊണ്ട് തന്നെ മെല്ലെ വേപ്പേഴ്സ് ഇങ്ങനെ പുറത്തോട്ടേക്ക് വരുന്നുണ്ട്. വോളിയം കുറഞ്ഞതാണെങ്കിൽ പോലും വേപ്പേഴ്സ് എല്ലാം കൂടിയിട്ട് ലാസ്റ്റ് സാച്ചുറേറ്റ് ചെയ്യും. അതുകൊണ്ട് വേപ്പർ പ്രഷർ കോൺസ്റ്റൻ്റ് ആവും. അപ്പോൾ നേരത്തെ വേപ്പർ പ്രഷർ ആവും. അപ്പോൾ ഇതിൻ്റെ വേപ്പർ പ്രഷർ സെയിം ആവും. ഇനി ഇവിടെ ആണെങ്കിൽ ചെറിയൊരു ഓട്ട തന്നിട്ടുണ്ട്, ഇവിടെ ചെറിയ ഓട്ട ഉണ്ട്. അപ്പോൾ അവിടെയും മെല്ലെ സാച്ചുറേറ്റ് ചെയ്ത് വേപ്പർ പ്രഷർ സെയിം ആക്കും. അപ്പം 1, 2, 3, 5, 6 സെയിം വേപ്പർ പ്രഷറാണ്. ഇനി ഇവിടെ വേപ്പർ പ്രഷർ, അപ്പോൾ നിങ്ങളായിരിക്കും ഓക്കെ ഫൈൻ ഉള്ള സാധനങ്ങൾ പാർട്ടിക്കിൾസ് വേപ്പർ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ
നമുക്കിപ്പോൾ ഞാൻ പറയാം വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒരു 5 ATM ആയിരിച്ചോ 5 ATM ആണ് നമ്മുടെ വേപ്പർ പ്രഷർ. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾക്ക് അസ്യൂം ചെയ്യാം ഇത്രയും 5 ATM എന്ന് പറഞ്ഞ വേപ്പർ പ്രഷറിലേക്ക് അറ്റൈൻ ചെയ്യാനുള്ള amount ഓഫ് ലിക്വിഡ് ഇവിടെ ഉണ്ട് നമുക്ക് അസ്യൂം ചെയ്യാം എല്ലാ ഏരിയയിലും. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ വെള്ളം വളരെ കുറവാണ്, ലിക്വിഡ് വളരെ കുറവാണ്. ദാറ്റ് മീൻസ് നിയർ ടു സീറോ ആണ് ലിക്വിഡ്. അപ്പോൾ 5 ATMലേക്ക് എത്തണമെങ്കിൽ കുറച്ച് മോളിക്യൂൾസ് എങ്കിലും നമ്മളിങ്ങനെ വേപ്പർസ് ആയിട്ട് മാറ്റണം. സോ അത്ര പോലും വാട്ടർ ഇവിടെ പ്രസൻ്റ് അല്ല. അതുകൊണ്ട് 5 ATM എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വേപ്പർ പ്രഷറിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അത്ര വോളിയം ഓഫ് വാട്ടർ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇവിടെയുള്ള വേപ്പർ പ്രഷർ ബാക്കി ഇത്ര നേരം ഈക്വൽ ആയിട്ടുള്ള വേപ്പർ പ്രഷറായിട്ട് ഈക്വൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇറസ്പെക്റ്റീവ് ഓഫ് എനി amount ആൻഡ് ഷേപ്പ് ഓഫ് ദ ലിക്വിഡ് ദ വേപ്പർ പ്രഷർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് പ്രൊവൈഡഡ് ലിക്വിഡ് ഇസ് സഫീഷ്യൻറ്റ്. അതാണ് ലിക്വിഡ് ഇസ് സഫീഷ്യൻ്റ് ആണ്. നമ്മൾ പറഞ്ഞ കോൺസ്റ്റൻ്റ് ആയിട്ട് വേപ്പർ പ്രഷറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉള്ള അറ്റ്ലീസ്റ്റ് amount ഓഫ് വാട്ടർ എങ്കിലും വേണം. വാട്ടർ അല്ല ഏതെങ്കിലും ലിക്വിഡ് വേണം, അത്രയേ ഉള്ളൂ. ഓക്കെ ശരി, ഇനി നമ്മൾ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇവിടെ നമുക്ക് ഈക്വേഷൻ കിട്ടും. ഓക്കെ ഫൈൻ. സോ പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ അങ്ങനെയല്ല പറയേണ്ട, തെറ്റി. നേരെ ഓപ്പോസിറ്റ് രീതിയിൽ നമ്മൾ ചിന്തിച്ച് നോക്കണം. എങ്ങനെയാണ്? ടെമ്പറേച്ചർ ഞാൻ കൂട്ടിക്കഴിഞ്ഞാൽ പ്രഷർ കൂടും എന്നുള്ള കാര്യം ഒബ്വിയസ് ആണ്. കാരണം നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ പ്രഷർ കൂടും, വേപ്പർ പ്രഷർ കൂടും. കാരണം KP ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു KP എന്നല്ല KP, അത് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ KPയും കൂടും എന്ന് വെച്ചിട്ട് പ്രഷർ വേപ്പർ പ്രഷർ ദാറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അത് കറക്റ്റ് ആണോ? ഇത് തെറ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് KP ടെമ്പറേച്ചർ ആയിട്ട് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതെങ്ങനെയാണ്? ലോഗ് KP2 ബൈ KB1 ഇസ് ഇക്വൽ ടു ഡെൽറ്റ H ബൈ 2.303 R ഇൻറ്റു 1/T1 മൈനസ് 1/T2 വേർ ടെമ്പറേച്ചർ 2 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ടെമ്പറേച്ചർ 1. ഈ ഇക്വേഷൻ രീതിയാണ് നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിൽ കെമിക്കൽ കൈനറ്റിക്സിൽ നമ്മൾ കെമിക്കൽ ഇക്വലിബ്രിയത്തെ പഠിക്കും. ഈ ഒരു ഇക്വേഷൻ സാർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ ഇക്വേഷൻ നമ്മൾ കെമിക്കൽ ഇക്വലിബ്രിയത്തെ പഠിക്കും. ആ ഇക്വേഷൻ പ്രകാരമാണ് നമ്മുടെ KP കൂടുന്നത്. ഫൈൻ. അപ്പം ഒരു എക്സ്പോണൻഷ്യൽ രീതിയിലാണ് നമ്മൾ KP ടെമ്പറേച്ചറായിട്ട് വേരി ചെയ്യുന്നത്. അപ്പോൾ KP എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു വേപ്പർ പ്രഷറാണ്. അത് കാരണം വെച്ചാൽ ലിക്വിഡും വേപ്പറും തമ്മിൽ ഇക്വലിബ്രിയം അറ്റൈൻ ചെയ്യുന്നതുകൊണ്ട്. അപ്പം നമുക്ക് പറയാൻ പറ്റും നമ്മുടെ പ്രഷർ അതെങ്ങനെയാണ്, അതൊരു എക്സ്പോണൻഷ്യൽ റൈസ് വിത്ത് ടെമ്പറേച്ചറാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. ഇനി ഇവിടെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്, ചെറിയ ക്വസ്റ്റ്യൻ എന്നല്ല, ഇതെന്താണെന്ന് അറിയില്ല. വേപ്പർ പ്രഷർ H2O അറ്റ് 60 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇവിടെ എല്ലാ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. നമ്മളെ നോർമൽ ലോഗ് P വേപ്പർ പ്രഷർ അറ്റ് T2 ടെമ്പറേച്ചർ. ഇവിടെ കാര്യം മനസ്സിലായാൽ T2 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ T1 ആണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ ടെമ്പറേച്ചറിൻ്റെ വേപ്പർ പ്രഷറിനെ മുകളിൽ കൊടുക്കണം. അതുകൊണ്ട് അതിൻ്റെ വേപ്പർ പ്രഷർ 1 ATM തന്നിട്ടുണ്ട് T2ൻ്റെ, ബിക്കോസ് ഇയാളാണ് വലുത്. അപ്പോൾ അതിവിടെ കൊടുത്തു. ഇനി ബാക്കി വാല്യൂസൊക്കെ കൊടുക്കുക. പിന്നെ ഒരു കാര്യം ഡൗട്ട്, ആറിന് പല വാല്യൂസ് ഉണ്ട് അല്ലേ? ആറിന് പല വാല്യൂസ് ഉണ്ട്. ആറിന് എന്താണ്, നമുക്ക് ജൂൾ പെർ കെൽവിൻ മോളിലാണെങ്കിൽ ഈ പറഞ്ഞ വാല്യൂ ആണ് 8.314. അറ്റ്മോസ്ഫിയറിക് ലിറ്റർ കെൽവിൻ മോളിലാണ് 0.0821 ആണ്. പിന്നെ കാലറി, ഇവിടെ കാലറിയിലാണ് ഡെൽറ്റ H തന്നിട്ടുള്ളത്. അപ്പോൾ കാലറിയിലാണെങ്കിൽ 2 കാലറി പെർ കെൽവിൻ മോൾ എന്നുള്ളത് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ അത് ഓരോ സന്ദർഭത്തിലും ഈ പറഞ്ഞ വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വേപ്പർ പ്രഷർ നമുക്കൊരു കാര്യം കിട്ടി. വേപ്പർ പ്രഷർ ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ടെമ്പറേച്ചർ ഓൺലി എന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷേ വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. വേപ്പർ പ്രഷർ ഒരു ലിക്വിഡിനെ സംബന്ധിച്ചിട്ട് ടെമ്പറേച്ചർ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ വേറെ ലിക്വിഡ്സ്, ഇതൊരു വേറെ ലിക്വിഡ് ആണെങ്കിൽ വേപ്പർ പ്രഷർ പല കാരണത്താൽ, അത് രണ്ടിന് വേപ്പർ പ്രഷർ ഈക്വൽ എന്ന് പറയാൻ പറ്റില്ല ഒരേ ടെമ്പറേച്ചറിന്. വേപ്പർ പ്രഷർ പല കാരണത്താൽ വേരി ചെയ്യാം. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, എന്തൊക്കെയാണ് ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. ഇവിടെ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ വളരെ കൂടുതലാണെങ്കിൽ മര്യാദയ്ക്ക് വേപ്പർ വരില്ല, അപ്പോൾ വേപ്പർ പ്രഷർ കുറവായിരിക്കും. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ അത്ര വിഷയം കുറവാണ്. ഇവിടെ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ കുറച്ച് കുറവാണ്, വീക്കാണ്. അപ്പോൾ വേഗം പൊട്ടിപ്പോവും. അപ്പോൾ വേപ്പർസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളത് അടുത്ത ക്ലാസ്സിൽ നോക്കാൻ പോകുന്നു.